അപ്പോഴൊക്കെ ഈ സിനിമ എൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ലാലേട്ടനും ആൻ്റണിയും കൂടെ നിൽക്കുകയാണ്. കാരണം ഈ സിനിമയിൽ കുറച്ച് വിശ്വാസവർക്ക് നേരത്തെ ഉണ്ട്, 2 പേർക്കുണ്ട്. അത് വർഷങ്ങളോളം ആയെന്നാലേക്കണം. ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും അത് കൃത്യമായി നടക്കും. ഇനിയിപ്പോൾ അടുത്ത മാസം നടന്നാലോ എന്ന് പറയുന്ന സമയത്തും ഒരു പ്രാവശ്യം ചേട്ടനും ആൻ്റണി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല ഇത്രയും എത്തിയല്ലോ, ഇനി നമ്മളെ സംബന്ധിച്ചോളം ഒരു 3 മാസം കഴിഞ്ഞ് തുടങ്ങത്തക്കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോഴും ഞാനും ആൻ്റണിയോട് പറയുന്ന ഒറ്റ കാര്യം, ആൻ്റണി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടനല്ലാതെ ആരും പറയില്ല അത് വേണ്ട, നമുക്ക് മുഴുവൻ ശരിയായിട്ട് മതി എന്ന് പറയുന്നു. ആ സിനിമ അവിടെ നടന്നില്ല. അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പല ആളുകളിലൂടെ പോയിട്ടും പല സ്ഥലത്ത് ഇരുന്ന് എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും എനിക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്താതെ വന്ന് അപ്പോഴൊക്കെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാകും. എന്താണെന്നറിയാമോ, ഒരു ചെറുപ്പക്കാരൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സുനിലിൻ്റെ ഒരു ഫോൺ വിളി വരും, ജിതേട്ടാ എന്തായി, നമ്മുടെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും അയാൾ ഒരു വിഷമമില്ലാതെയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ഭയങ്കര ഒരു പരിഭവത്തോടെ പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ വിഷമം വരില്ല. പക്ഷെ ഇല്ലാതെ പോകുമ്പോഴും അതേപോലെ തന്നെ ലാലേട്ടൻ എവിടെയെങ്കിലും ഫംഗ്ഷനിലോ കാര്യങ്ങളോ കാണുമ്പോഴോ ആൻ്റണിയോ കാണുമ്പോഴോ പറയും, എന്തായി ആ കഥ ഇത്രയും കാലമായില്ലേ, അതൊന്ന് ശരിയായിക്കൂടെ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് നടക്കാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ സംവിധായകൻ സൗദി വെള്ളയ്ക്ക എന്ന സിനിമ ചെയ്തിട്ട് അത് റിലീസാകുന്നു. റിലീസായി കാണുമ്പോൾ ശരിക്കും നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. ഒരു ചെറിയ ആളുകളെ വെച്ചിട്ട് വളരെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യം ചെയ്തിരിക്കുന്നു. അതാണ് എന്നെ അപ്പം തന്നെ അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഹരിയുണ്ട്, ഹരിയോട് ഞാൻ പറയുന്നു, എനിക്കപ്പോൾ തന്മൂർത്തിയോട് അത്ര കാണുക സംസാരിക്കാൻ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരിക്ക് ഭയങ്കര അടുപ്പമുള്ളവരാണ്. ഞാൻ ഹരിയോട് പറയുന്നു, ഈ തന്മൂർത്തിയോട് ഇങ്ങനൊരു സിനിമയുണ്ട്, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഹരി എന്നോട് തിരിച്ചു വിളിച്ച് പറഞ്ഞു, ചേട്ടാ അടുത്ത ദിവസം 2 ദിവസം തന്മൂർത്തി ട്രിവാൻഡ്രത്ത് ചേട്ടൻ്റെ ഓഫീസിൽ വന്ന് കാണും, കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അങ്ങനെ തരുണും തരുണിൻ്റെ 2 അസിസ്റ്റൻസുമായിട്ടാണ് വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മോഹിത്തും സനു എന്ന് പറഞ്ഞ 2 അസിസ്റ്റൻസുമായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് ഈ കഥ പറയുന്നത്, സുനിലില്ല. KR സുനിലിൻ്റെ അന്ന് ബിനാലെ അല്ല, സുനിലിനെ കുറിച്ച് വാക്ക് പറയാൻ പറ്റില്ല. സുനിൽ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രദർശനം ബിനാലെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കഥ പറയുന്നു. ഞാൻ ആ കഥ പറഞ്ഞ് തരുൺ പറയുന്നു, ചേട്ടാ ഇതിനകത്ത് നല്ലൊരു കഥയുണ്ട്. അപ്പോൾ ഞാൻ തരുണെടുത്ത് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കഥ നോക്കണ്ട, ഞാൻ എൻ്റേതായ ഒരു കഥ പറഞ്ഞു, ഇത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾ വേറൊരു തരത്തിൽ എങ്ങനെ വേണമെങ്കിലും കൺസീവ് ചെയ്തു, അത് സുനിലുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മീറ്റിങ്ങിൽ നമുക്ക് അടുത്ത് ഉറപ്പിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ തരൻ്റെ അടുത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മോഹൻലാൽ ഓൾറെഡി സിനിമ ലാലേട്ടനാണ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി തരുണറിയാം. തരുണിൻ്റെ ആദ്യത്തെ പ്രശ്നം അതാണ്. തരുണിൻ്റെ ഏറ്റവും മോശം തരുൺ ആലോചിക്കാൻ പറ്റും. തരുൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, തരുൺ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്ന ആളാണ്. അങ്ങനത്തെ എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മളെപ്പോലെ എല്ലാവരും പോലും മലയാളികളെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത് ഒരു ചെറുപ്പക്കാരനോടായതുകൊണ്ട് പുള്ളി പുള്ളിയെ നേരിട്ടോ അങ്ങനെയൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ടും ലാലേട്ടനെ വെച്ചൊരു സിനിമ, ലാലേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളൊരു സംവിധായകനോട് പറയാണ്, നിങ്ങൾ ചെയ്യാതോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ സുനിലിനെ ബിനാലയോട് പോയി കാണുന്നു. അവിടെ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഇവർ കഥ കുറേ നാളിരുന്ന് എഴുതി കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വലിയൊരു സംഭവത്തിൽ എത്തിയില്ല. അപ്പോൾ എത്തിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ തരൻ്റെ അടുത്ത് പറഞ്ഞു, തരൻ നമ്മുടെ സിനിമ ഇതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമ ഇതല്ല. അപ്പോൾ ചേട്ടാ ഞാൻ പറഞ്ഞില്ല, മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ മാസ് എല്ലാവരുടെയും മനസ്സിൽ പോകും, നമുക്ക് ഇമോഷൻ വേണം, ഇമോഷൻ ഇതിനകത്തെ പോയി, നമുക്ക് അതിലേക്ക് ആലോചിക്കാൻ പറഞ്ഞു. പിന്നെ തരേണ്ട ഒരു വരവെന്ന് വെച്ചാൽ ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് ഇന്ന് നിങ്ങൾ കാണുന്ന ഒരവസ്ഥയിലാണ്. അതിനുശേഷം 1 മിനിറ്റ് മണിയോടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ തവണ ഇത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളവിടെ തീരുമാനിച്ചു ഈ സിനിമ ഇങ്ങനെ ചെയ്യുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.